ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെഡ് മസാജ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഹെയർ ലോസ് ജേർണിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു 3 പാർട്ടും കൂടെ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം. അപ്പോൾ ഹെഡ് മസാജ് മാത്രമല്ല, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ഹെഡ് മസാജ് ചെയ്താൽ മാത്രം മുടി കൊഴിച്ചിൽ മാറുന്നു എന്ന് ഞാൻ പറയില്ല. അതേസമയം നമ്മൾ എന്താണ് റീസൺ കണ്ടുപിടിക്കുക, അതിനുശേഷം ആ സപ്ലിമെന്റ്സ് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെതായ മരുന്നുകൾ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ഫോട്ടോസിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത്രമാത്രം മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഇപ്പൊ മുടി ഒരുപാട് വന്നു എന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ പോലും ആ മുടി കൊഴിച്ചിലിന് നല്ല കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളും കൂടെ എന്റെ കൂടെ തന്നെ മസാജ് ചെയ്യുക. നമുക്ക് ഈ ജേർണി അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. 45 ദിവസം മിനിമം ചെയ്യണം, പക്ഷെ കൂടുതൽ ദിവസം ചെയ്തു കഴിഞ്ഞാലും അത്രയും നല്ല കാര്യം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ തന്നെ മസാജ് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശ്വാസം സാവധാനം ഉള്ളിലോട്ട് എടുക്കുക. നമ്മുടെ 2 ഷോൾഡേഴ്സും മേലോട്ട് കൊണ്ടുവരാം. മേലോട്ട് മാക്സിമം കൊണ്ടുവരിക. കുറച്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ ശ്വാസം പുറത്തോട്ട് വിടുക. അപ്പം അതിനനുസരിച്ച് ഷോൾഡർ താഴോട്ട് കൊണ്ടുവരിക കേട്ടോ. അങ്ങനെ നമുക്ക് ആദ്യം 2-3 തവണ സാവധാനം ചെയ്യുക, പിന്നെ അതിൻ്റെ സ്പീഡ് അങ്ങ് കൂട്ടി ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ സർജറി ചെയ്തതിന് ശേഷം എൻ്റെ ഷോൾഡേഴ്സൊക്കെ കുറച്ച് സ്റ്റിഫാണ്, പക്ഷെ നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്തോളൂ. ഇനി അടുത്തതായിട്ട് കഴുത്തിൻ്റെ ഈ സൈഡിലുള്ള ഈ മസിൽ ഉണ്ടല്ലോ, ഇത് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. താഴോട്ടാണ് തടവി കൊടുക്കേണ്ടത്. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ചെയ്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ ചെവിയുടെ താഴെയുള്ള കഴുത്തിൻ്റെ സൈഡിലുള്ള ഈ മസിലും ഇതേപോലെ തന്നെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. നമ്മൾ 2 കൈകളും നെഞ്ചിൻ്റെ മുകളിലായിട്ട് പതുക്കെ അങ്ങ് വെക്കുക. അതിനുശേഷം ശ്വാസം ഉള്ളിലോട്ട് എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം പോസിറ്റീവായിട്ട് വരുമെന്നുള്ള ആ ഒരു നല്ല വിചാരത്തോടു കൂടി വേണം നമുക്ക് എന്തും ചെയ്യാൻ. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻസ്, അതായത് എൻ്റെ മുടി തിരിച്ചു വന്നു, ഞാൻ ചെയ്യുന്നതെല്ലാം നന്നായി നടക്കുന്നു, ദൈവത്തിന് നന്ദി, യൂണിവേഴ്സിന് നന്ദി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക. എല്ലാം വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ. അതായത് എൻ്റെ മുടി തിരിച്ചു വന്നു, പഴയത് മുടി നിങ്ങൾക്ക് എത്ര ഉണ്ടായിരുന്നോ അതിൽ കൂടുതൽ എനിക്ക് മുടി തിരിച്ചു വന്നു, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്, മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നമുക്കിതൊക്കെ ചെയ്യാൻ. ഒരിക്കലും നെഗറ്റീവായി ചിന്തിക്കരുത്. മസാജ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ മുടി ചിലപ്പോൾ കൊഴിഞ്ഞു വന്ന് വരാം, അതുകൊണ്ട് പേടിക്കരുത്. അതെല്ലാം കൊഴിഞ്ഞു പോകേണ്ട മുടികളാണ്, അതായത് വീക്കായിരിക്കുന്ന മുടികളായിരിക്കും, അതുകൊണ്ടാണ് അത് കൊഴിഞ്ഞു പോകുന്നത്. പക്ഷേ നമ്മളെ കാത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുടിയഴകൾ കാത്തിരിപ്പുണ്ട്. അതെപ്പോഴും ചിന്തിക്കുക. മുടിയഴകൾ ഇങ്ങനെ നമ്മുടെ തലയിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കിളിർത്ത് വരുന്നതായിട്ടും അത് വളർന്ന് വലുതാവുന്നതായിട്ടും നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെവിനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കലാണ്. ചെവി പതുക്കെ ഒന്ന് വലിക്കുക. വേദനിപ്പിച്ച് ചെയ്യരുത്. എപ്പോഴും നമ്മുടെ ശരീരത്തിന് പതുക്കെ നമ്മൾ സ്പർശിക്കുക. പതുക്കെ വലിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അതിനെ മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. നമുക്ക് പതുക്കെ അതിന് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. പെട്ടെന്ന് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാകും. അതിങ്ങനെ ഡെയിലി 2 നേരം ചെയ്യാൻ മറക്കരുത്.
അടുത്തതും ചെവി തന്നെയാണ്. ചെവിയുടെ രണ്ട് ഭാഗത്തും നന്നായി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെവിനെ നമ്മളിങ്ങനെ അടക്കിയില്ലേ, ക്ലോസ് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് പതുക്കെ ക്ലോസ് ചെയ്തും കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് പതുക്കെ അതിന് സ്നേഹത്തോടു കൂടി ഒന്ന് തലോടി ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊണ്ടേയിരിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ തലയുടെ ഫ്രണ്ടിൽ നമുക്ക് പതുക്കെ ഒന്ന് മസാജ് ചെയ്യണം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വിഗറസ്ലി, അതായത് ശക്തിയോടുകൂടി ഒരിക്കലും മസാജ് ചെയ്യരുത്. പതുക്കെ അങ്ങ് മസാജ് ചെയ്യാനേ പാടുള്ളൂ. പിന്നെ മസാജ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്കാൽപ്പിൽ, അതായത് തലയോട്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പതുക്കെ ഷേക്ക് ചെയ്യുന്ന പോലെ ചെയ്യുക. പതുക്കെ ഫ്രണ്ടിൽ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ വിരലുകൾ കൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് തലയുടെ ഫ്രണ്ട് വശം, മുൻഭാഗം ആദ്യം. അടുത്തതായിട്ട് നമുക്ക് തലയുടെ മധ്യഭാഗത്തിൽ, മിഡിലിൽ നമുക്ക് പതുക്കെ ഇതേപോലെ തന്നെ വിരലുകൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ രണ്ട് കൈയും നന്നായിട്ടൊന്ന് കുടയാം, നന്നായി ഷേക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ മസാജ് ചെയ്യുന്ന സമയത്ത് കൈ വേദനിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് സൈഡിലും നന്നായിട്ട് രണ്ട് കൈകൾ ഉപയോഗിച്ചിട്ട് സൈഡിൽ കൂടെ പതുക്കെ നമുക്കങ്ങ് മസാജ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ സൈഡിൽ ചെയ്ത പോലെ തന്നെ തലയുടെ പിൻഭാഗത്തും ഇതേപോലെ തന്നെ പതുക്കെ മസാജ് ചെയ്യുക. അതായത് കഴുത്തിലും തലയുടെ പിൻവശത്തും ഒക്കെ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പതുക്കെ മസാജ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് അഫർമേഷൻസ് വെക്കുക. എൻ്റെ മുടി നല്ല ഷൈനിങ് ആയിട്ട്, നല്ല തിക്നെസ്സോടു കൂടി, നല്ല കറുത്ത് ഇടതൂർന്ന മുടിയായി വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ് എന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഹെയർ പുള്ളാണ്. അതായത് നമ്മുടെ മുടി ഫ്രണ്ടിലും ബാക്കിലും സൈഡിലെല്ലാം പതുക്കെ കുറച്ച് മുടി എടുക്കുക, പതുക്കെ വലിക്കുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അതിനുശേഷം വിടുക. എല്ലാ ഭാഗത്തെ മുടികളെയും കവർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഒരു സൈഡിലെ മുടി ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ കോതിക്കൊണ്ടേയിരിക്കാം. നമ്മൾ ചീകില്ലേ അതുപോലെ കൈ വെച്ചിട്ട് മുകളിലോട്ട് അങ്ങനെ കോംബ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അവിടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു സൈഡ് ചെയ്യുക. രണ്ട് കൈയിൻ്റെ വിരലുകൾ ഉപയോഗിച്ച് ചെയ്യണേ. പതുക്കെ മേലോട്ട് ആ മുടി ചീകി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും റിപ്പീറ്റ് ചെയ്യാം.
ഇനി നമുക്ക് കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് കുമ്പിട്ടിരിക്കാം. അപ്പോൾ കുമ്പിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഈ ഇയർ ബാലൻസ് ഇഷ്യൂസ് ഉള്ളവർ ഇത് ചെയ്യരുത്. അപ്പോൾ സെയിം പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് തല 2 സൈഡിലോട്ടും പതുക്കെ തിരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ വേർട്ടിഗോ ഉള്ളവർ ഇതും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നവർ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ തലകറക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യരുത് എന്ന് പറയാൻ കാരണം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സൈഡിലോട്ട് കൈവച്ചിട്ട് കോതി കൊടുത്തിരുന്നില്ലേ മുടി, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഫ്രണ്ടിലോട്ട് തലയുടെ മുകൾ ഭാഗത്ത്, അതായത് ഫ്രണ്ട് ഭാഗം നന്നായിട്ട് മേലോട്ട് ഇങ്ങനെ കോതി കൊടുത്തോണ്ടേ ഇരിക്കാം. കൈ വെച്ചിട്ട് 2 കൈയിൻ്റെ വിരലുകൾ വെച്ചിട്ട് പതുക്കെ മുടിയിഴകൾ തലോടുന്ന രീതിയിൽ പതുക്കെ അങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് നമ്മളിപ്പോൾ തന്നെ മസാജ് ചെയ്ത സെയിം സ്ഥലത്ത് തന്നെ നമ്മുടെ വിരലുകൾ കൊണ്ട് കുറച്ച് മുടിയെടുത്തിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അവിടെ വൈബ്രേഷൻ വരുമ്പോൾ അവിടെ ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഇപ്പം നമ്മൾ സൈഡിൽ ചെയ്ത പോലെ തന്നെ തലയുടെ പുറകുവശത്തും ഇതേപോലെ തന്നെ 2 കൈകളിൽ വിരലുകൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പുറകുവശത്തെ മുടി എപ്പോഴും നല്ല സ്ട്രോങ് ആണ്. നമ്മുടെ മുടിയുടെ തലയുടെ ഫ്രണ്ടിലത്തെ മുടി കൊഴിഞ്ഞാലും പുറകിലത്തെ മുടി സാധാരണ രീതിയിൽ അധികം കൊഴിയാറില്ല. അപ്പോൾ ഓൾറെഡി അവർ സ്ട്രോങ് ആണ്. എന്നാലും നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവും കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെയും കൂടെ ഒന്ന് ഉത്തേജിപ്പിച്ചു കൊടുക്കാം. നേരത്തെ കാണിച്ച പോലെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ കുനിഞ്ഞ് ഇരിക്കാം. അതിനുശേഷം കൈകൾ രണ്ടും ഒന്ന് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഒന്ന് ആട്ടിക്കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേർട്ടിഗോ ഉള്ളവർ അത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണ്ട. അടുത്തതായിട്ട് നമ്മുടെ 2 കൈയിൻ്റെയും വിരലുകൾ മടക്കി വെച്ചതിന് ശേഷം ആ വിരലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമ്മുടെ തലയിൽ പതുക്കെ 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 ഒന്ന് ഇങ്ങനെ കൊട്ടിക്കൊടുത്തോണ്ടേ ഇരിക്കുക. ഒരുപാട് ശക്തി ഉപയോഗിക്കരുത്. പതുക്കെ 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 ഇങ്ങനെ ഒന്ന് കൊട്ടി 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 കൊടുത്തോണ്ടേ ഇരിക്കും. മക്കളെ എണീറ്റ് വാ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പതുക്കെ 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 ഒന്ന് അവിടെ തട്ടി 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 അവരെ ഉണർത്തി എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ ഇങ്ങനെ ഫുൾ തല കവർ ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ടിലും നടുവിലും ബാക്കിലും സൈഡിലും ഒക്കെ പതുക്കെ ഇങ്ങനെ അവരൊന്ന് കൊട്ടിക്കൊടുത്തോണ്ടേ ഇരിക്കാം. ഇനി അടുത്തതായിട്ട് 2 കൈപ്പത്തിയും അടുപ്പിച്ച് നമ്മുടെ തല സമാധാനമായി, ഞാനൊരു നല്ലൊരു കാര്യം ചെയ്തു. ഇനി അതായത് നമ്മൾ തലേനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ 2 ഭാഗത്തും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഓവർ സ്ട്രെയിൻ കൊടുക്കരുത്, ഓവർ ശക്തി കൊടുക്കേണ്ട. എന്നാലും നമ്മൾ തലേനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ 2 സൈഡിൽ നിന്നും ഒന്നിങ്ങനെ പൊത്തിപ്പിടിക്കുക. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് കിട്ടും, ഞങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന്. അവർക്കൊരു നമ്മളോടൊരു സ്നേഹം തോന്നും. അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ അവർ കേൾക്കും. അവർ നമുക്ക് തിരിച്ച് ഇതിനുള്ള സ്നേഹം തരികയും ചെയ്യും. ഓക്കെ, ഞാൻ തമാശ രീതി കൂടെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവരിങ്ങനെ പ്രസ് ചെയ്ത് കുറച്ചൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തങ്ങ് പിടിച്ചുകൊണ്ടിരിക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കൈവിരലിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് അറ്റം വെച്ചിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ തലയിലും ആ നെറ്റിത്തടത്തിലും നെറ്റിയിലൊക്കെ ഇങ്ങനെ പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ടാപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കൊട്ടിക്കൊണ്ടേ ഇരിക്കാം. നമ്മൾ നേരത്തെ കൈയിൻ്റെ വിരൽ മടക്കി ചെയ്തില്ല, അതുപോലെ തന്നെ ഇത് കൈയിൻ്റെ വിരലിൻ്റെ അറ്റം വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കാം.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെവിയുടെ ടോപ്പ് പോർഷൻ്റെ സൈഡിലായിട്ട് നമ്മുടെ രണ്ട് വിരലുകൾ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഈ ചെവി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ ഈ ബ്ലഡ് സർക്കുലേഷൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഈ ചെവിയുടെ പോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ പതുക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കാം. നമ്മുടെ മുഖത്തിലോട്ടുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കാനും ഈ പറഞ്ഞ പോലെ തലമുടിക്കും തലയോട്ടിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അവിടെ നമുക്ക് നന്നായിട്ടൊന്ന് പതുക്കെ അങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിരലിൻ്റെ രണ്ട് കൈയിൻ്റെയും രണ്ട് വിരലുകൾ വി പോലെ ആക്കിയതിന് ശേഷം അത് വീൻ്റെ ഉള്ളിൽ നമ്മുടെ ചെവി ഉള്ളിൽ വിടുന്ന പോലെ വെക്കുക. അതിനുശേഷം അവിടെ ആ ചെവിയുടെ രണ്ട് സൈഡും താഴെയും മേലെയായിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ ഭാഗത്തും മസാജ് ചെയ്യുമ്പോഴും നല്ലൊരു നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. ആ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ബോഡിയൊക്കെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ചൂടായിട്ട് വരുന്നത് കാണാം. അപ്പോൾ അതങ്ങനെ പതുക്കെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമുക്ക് അവസാനത്തെ മസാജ് എന്ന് പറയുന്നത് ഇരുന്നിട്ടോ നിന്നിട്ടോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്ര നേരം മസാജ് ചെയ്ത സമയത്ത് ചിലപ്പം ജട പിടിക്കാനുള്ള സാധ്യതയുണ്ട് മുടിയിൽ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജട മാറ്റിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. കുനിഞ്ഞു നിന്നതിന് ശേഷം ഒരു കോമ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈവിരൽ ഉപയോഗിച്ചിട്ടോ നമുക്ക് നന്നായിട്ട് മുടി ഒന്ന് ചീകി കൊടുക്കാം. താഴോട്ട് നന്നായിട്ടൊന്ന് ചീകി അല്ലെങ്കിൽ ഉള്ളിലോട്ടൊക്കെ ഒന്ന് ചീകി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ അത് സഹായിക്കും. അപ്പോൾ നമ്മൾ ശരീരത്തെ നമ്മുടെ മുടിയിനൊക്കെ സ്നേഹിക്കുക. നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അതായത് ഇപ്പോൾ രാവിലെ ചെയ്യുമ്പോൾ അതിന് നന്ദി പറയുക, രാത്രി ചെയ്യുമ്പോഴും നന്ദി പറയുക. നമുക്കിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ 45 ദിവസമെങ്കിലും മിനിമം ചെയ്താലാണ് റിസൾട്ട് വരിക. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ മുടി കുറച്ച് കൊഴിഞ്ഞു എന്ന് വരും, പേടിക്കരുത്. ഇതങ്ങനെ തന്നെയാണ്. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള മുടിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ എത്ര പേരുണ്ട് എൻ്റെ കൂടെ ഇത് ചെയ്യാൻ? അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴും പോസിറ്റീവായിട്ട് അഫർമേഷൻസ് കൊടുക്കുക. നമ്മുടെ താഴെ കമൻറ്റ് ഇടുക. ഞാൻ ഇന്ന് ചെയ്തു, ഇന്ന് ഇത്രാമത്തെ ദിവസമാണ്, നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡെയിലി കമൻറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവർ കാണുന്നവർക്കും നിങ്ങൾ ഇൻസ്പിറേഷനായിട്ട് മാറണം. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ഈ ലോകത്തിൽ കൊറോണയ്ക്ക് ശേഷം ഈ മുടി കൊഴിച്ചിൽ അനുഭവിക്കുന്നുണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് നടത്താം. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഈ മസാജും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ കൂടെ എപ്പോഴും നിങ്ങളുണ്ടാവുമെന്ന വിശ്വാസത്തോടു കൂടി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.